Hi friends, LINI'S FOOD CORNER-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഫ്രൈഡ് ചിക്കൻ കറിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഫ്രൈഡ് ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ ചെറിയ പീസാക്കിയാണ് കട്ട് ചെയ്തേക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്ക് 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1 സ്പൂൺ വിനാഗിരി കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ തവ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മാത്രം മതി. ഒത്തിരി ഡീപ്പ് ഫ്രൈ ഒന്നും ആവേണ്ട. ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മറ്റു സൈഡും കൂടി മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് എടുത്തു മാറ്റാം. എന്നിട്ട് അടുത്ത ബാച്ചും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു ഹാഫ് ഫ്രൈ ആകുമ്പോൾ നമുക്ക് ഇതും കോരിയെടുക്കാം. ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് ഇതിന് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. കൂടെ കുറച്ച് വേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഞാനൊരു 3 സവാള അരിഞ്ഞു വെച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് പെട്ടെന്ന് വഴറ്റിയിട്ട് വേണ്ടി നമുക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് മൂപ്പായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/2 സ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ശരിക്കും മസാലകളുടെ ഒക്കെ പച്ചമണം മാറുന്നവരെ തന്നെ നമുക്ക് ശരിക്കും ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ശരിക്കും മൂത്ത് വന്നിട്ട് ഇതിലേക്ക് നമുക്കിനി ഒരു തക്കാളി, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് അടിച്ച് ഞാൻ പേസ്റ്റ് ആക്കി വെച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 3/4 ഗ്ലാസ് തൈര്, നല്ല കട്ടിയുള്ള തൈരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയം നമുക്ക് ഇതിൻ്റെ ഉപ്പ് കറക്റ്റ് ചെയ്യാം.
ഇതിലേക്ക് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് ഒന്ന് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം മസാലയൊക്കെ ശരിക്കും ചിക്കനിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പിലയും കൂടി തൂവി ഒന്ന് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ വേപ്പിലയുടെയൊക്കെ ആ ഫ്ലേവർ ശരിക്കും ചിക്കനിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ ഫ്രൈഡ് ചിക്കൻ കറി റെഡിയായി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.